ഒന്നോ രണ്ടോ പേരെ വെച്ച് കപ്പ് നേടാനാകില്ല. ടോപ്പ് ഓർഡറിനെ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഇത് തിരിച്ചറിവുകൾ RCBക്ക് സമ്മാനിച്ച കപ്പ്. പ്രതീക്ഷിച്ച വിശ്വാസത്തിനും വിശ്വാസം യാഥാർത്ഥ്യത്തിനും മറിമാറിയ രാത്രിയിൽ IPL കിരീടം. അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കൈകളിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ആഗ്രഹം സത്യമാണെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രയത്നം പരിശുദ്ധമാണെങ്കിൽ അല്പം വൈകിയാലും കാലം കൈവിടില്ലെന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അവരുടെ എല്ലാമെല്ലാമായ വിരാട് കോഹ്ലിയും തെളിയിച്ചിരിക്കുന്നു. 18 വർഷത്തെ കഠിനകാലം കടന്ന് IPL മോഹക്കപ്പിൽ RCBയുടെയും കോഹ്ലിയുടെയും പൊന്മുത്തം പതിക്കുമ്പോൾ ക്രിക്കറ്റിൽ ടീം ഗെയിമിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. താരപ്പൊലിമയിലും ആരാധക പിന്തുണയിലും IPL ഏറ്റവും മികച്ച ടീമുകളിലൊന്നായിട്ടും കപ്പ് മാത്രം അകന്നു നിന്നതിൻ്റെ നിരാശ തീർക്കാൻ ഉറപ്പിച്ചാണ് ഈ സീസണിൽ ബംഗളൂരു ഇറങ്ങിയത്. മെഗാലയലം മുതൽ കൃത്യമായ പ്ലാൻ ടീമിനുണ്ടായിരുന്നു. കോഹ്ലിയും രജത് പടിദാറും യഷ് ദയലും അടക്കം 3 പേരെ മാത്രം നിലനിർത്തി ടീം സമ്പൂർണ്ണമായി പൊളിച്ചെഴുതാൻ ഉറപ്പിച്ചിരുന്നു. ലേലത്തിൽ സൂപ്പർ താരങ്ങൾക്ക് പിന്നാലെ പോകാതെ ആവശ്യമുള്ള പൊസിഷനിലേക്ക് ഏറ്റവും മികച്ച താരങ്ങളെ കണ്ടെത്തുന്നതിലായിരുന്നു ടീമിൻ്റെ ശ്രദ്ധ. സാധാരണയായി ബാറ്റർമാരെ വാങ്ങിക്കൂട്ടി തട്ടിക്കൂട്ട് ബോളിംഗ് നിരയുമായി ലേലത്തിൽ നിന്ന് മടങ്ങുന്ന പതിവ് ഇക്കുറി RCB തെറ്റിച്ചു. ഇത്തവണത്തെ ലേലത്തിൽ അവർ ഏറ്റവും കൂടുതൽ തുക മുടക്കിയത് ഓസീസ് പേസർ ജോഷ് ഹേസൽവുഡിന് വേണ്ടിയായിരുന്നു. അതിൻ്റെ ഗുണം ടൂർണമെൻറ്റിൽ ഉടനീളം RCBക്ക് ലഭിച്ചു. ടീമിൻ്റെ സ്ട്രൈക്ക് ബോളറായി മാറിയ ഹേസൽവുഡ് പല മത്സരങ്ങളിലും വിജയശില്പിയായി. ഹേസൽവുഡിന് കൂട്ടായി ഭുവനേശ്വർ കുമാറിനെ കൂടി എത്തിച്ചതോടെ ടീമിൻ്റെ പേസ് യൂണിറ്റ് സുശക്തം. ദുർബലമായ സ്പിൻ നിരയെ ബലപ്പെടുത്താൻ ടീമിലെത്തിച്ച ആഭ്യന്തര താരം സുയാഷ് ശർമ്മയും ഓൾറൗണ്ടർ കുണാൽ പാണ്ഡ്യയും ടൂർണമെൻറ്റിൽ ഉടനീളം പ്രതീക്ഷ കാത്തു. ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയിരുന്ന RCBക്ക് ഇത്തവണ മധ്യനിരയിലും ഫിനിഷിങ്ങിലും ലഭിച്ചത് എണ്ണം പറഞ്ഞ ബാറ്റർമാർ. ജിതേഷ് ശർമ്മ, ലിയാൻ ലിവിങ്സ്റ്റൺ, ടീം ഡേവിഡ്, റൊമാരിയോ ഷെപ്പേർഡ് എന്നിവരടങ്ങിയ ബാറ്റിംഗ് യൂണിറ്റ് ടീമിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചു. ഓപ്പണിംഗിൽ ഫിൽ സാൾട്ട് എത്തിയതോടെ പവർ പ്ലേയിൽ റൺ നിരക്ക് ഉയർത്താനും RCBക്ക് സാധിച്ചു. ഒന്നോ രണ്ടോ പേരെ മാത്രം ആശ്രയിച്ച് കപ്പ് നേടാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവാണ് ഈ സീസണിൽ RCBക്ക് വന്ന പ്രധാന മാറ്റം. ലീഗ് റൗണ്ടിലെ മത്സരങ്ങളിൽ 9 വ്യത്യസ്ത താരങ്ങളാണ് ഇത്തവണ RCBക്കായി പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ നേടിയത്. ബാറ്റിംഗിൽ 10 താരങ്ങൾ ഇതുവരെ അർദ്ധ സെഞ്ചുറിയും നേടി നിർണായക ഘട്ടങ്ങളിലെല്ലാം ടീമിൻ്റെ രക്ഷകനായി ഒരാൾ അവതരിച്ചുകൊണ്ടേയിരുന്നു. ഈ ടീം എഫേർട്ട് തന്നെയാണ് സീസണിൽ RCBയുടെ കുതിപ്പിന് ഇന്ധനമായത്. ഒരേയൊരു രാജാവ്. IPL ടൂർണമെൻറ്റിൽ എത്രയോ ആളുകൾ കളിച്ചു മടങ്ങി. അനേകം കണക്കുകളും റെക്കോർഡുകളും പിറന്നു. എന്നാൽ ടൂർണമെൻറ്റ് തുടങ്ങിയത് മുതൽ ഈ സീസൺ വരെ തുടർച്ചയായ 18 വർഷം ഒരേ ടീമിനു വേണ്ടി കളിച്ച ഒരേയൊരു ആളേ ഉള്ളൂ, വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര T20യിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞ കോഹ്ലി IPLൽ ഒരു കിരീടം പോലുമില്ലാതെ എങ്ങനെ വിട പറയും? ഇക്കുറി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം നേടുമ്പോൾ യഥാർത്ഥത്തിൽ വിരാട് കോഹ്ലിയല്ല, ഇന്ത്യൻ പ്രീമിയർ ലീഗ് തന്നെയാണ് റോയലാകുന്നത്. 18ാമത് IPLൽ 18ാമത് നമ്പർ ജേഴ്സിയിൽ കോഹ്ലിക്ക് കിരീടാഭിമാനം. 2007 അന്നത്തെ $50,000 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി കരാറിലെത്തുമ്പോൾ വിരാട് കോഹ്ലി എന്ന 19-കാരൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിരുന്നില്ല. കോഹ്ലി IPLനൊപ്പം വളർന്നു. IPL കോഹ്ലിക്കൊപ്പം വലുതായി. വൈകാതെ ഇന്ത്യൻ ടീമിൻ്റെ അവിഭാജ്യ ഘടകമായ വിരാട് രൂപം ലോക ക്രിക്കറ്റിൻ്റെ മേൽവിലാസങ്ങളിലൊന്നായപ്പോൾ കോഹ്ലി എന്ന 2 അക്ഷരം കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് IPL കിരീടം കിട്ടാക്കനിയായി. ലോകത്തെ ഏറ്റവും മാരകമായ ബാറ്റിംഗ് കോമ്പിനേഷൻ എന്നറിയപ്പെട്ട AB ഡിവിലിയേഴ്സും ക്രിസ് ഗെയിലും വിരാട് കോഹ്ലിയും ഒരുമിച്ച് അണിനിരന്നപ്പോഴും ബാംഗ്ലൂരുവിന് ഇടവഴിയിൽ ഇടറി വീണു. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡ് കോഹ്ലി സ്വന്തമാക്കിയ വർഷം അദ്ദേഹത്തിന് തന്നെ ക്യാപ്റ്റൻസിയിൽ ഫൈനലിൽ ഇറങ്ങിയപ്പോഴും ബംഗളൂരു തോറ്റു. കരിയറിലെ ഏറ്റവും ഉന്നതിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴും അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ നായക പദവി ഉപേക്ഷിച്ചു. പിന്നാലെ ബംഗളൂരിൻ്റെ നായകസ്ഥാനവും ഉപേക്ഷിച്ചു. അപ്പോഴും ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. ഓരോ സീസൺ പിന്നിടുമ്പോഴും ഇത് ബംഗളൂരിൻ്റെ വർഷമാകുമെന്ന വാശിയിൽ 17 വർഷം കടന്നുപോയി. താരലേലം തൊട്ട് മുന്നൊരുക്കം. കോഹ്ലി നായകഭാരവും നേതൃത്വ പദവിയും ഉപേക്ഷിച്ചപ്പോഴാണ് ഈ കിരീട നേട്ടം എന്നത് ആകസ്മികമല്ല. 4 അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് മാത്രം കളിച്ച രജത് പടിദാർ എന്ന നവാഗതനു കീഴിലാണ് കിരീടം ബംഗളൂരുവിനെ തേടിയെത്തുന്നത്. രജത് പരിക്കേറ്റ് പിന്മാറിയപ്പോൾ അതിനേക്കാൾ പ്രായം കുറഞ്ഞ ജിതേഷ് ശർമ്മ നായകനായി. കോഹ്ലിക്ക് നായകഭാരമില്ലാതെ കളിക്കാൻ പറ്റിയതു മാത്രമല്ല, ബംഗളൂരുവിൻ്റെ വിജയരഹസ്യം മെഗാ താരലേലത്തിലും ഓരോ പൊസിഷനിലേക്കും കൃത്യമായ കളിക്കാരെ കണ്ടെത്തുവാനായതുകൂടിയാണ്. ഏറെക്കാലം ഈ ടീമിൽ കളിച്ച ദിനേശ് കാർത്തിക് എന്ന വിക്കറ്റ് കീപ്പറും ചേർന്നാണ് ലേലത്തിൽ ടീമിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയത്. 11.5 കോടി രൂപയ്ക്ക് കൊണ്ടുവന്ന ഇംഗ്ലണ്ട് ബാറ്റർ ഫിൽ സാൾട്ട് കോഹ്ലിക്കൊപ്പം പറ്റിയ ഓപ്പണറായി. 12 കളിയിൽ 175 സ്ട്രൈക്ക് റേറ്റിൽ 357 റൺസ് നേടിയ സാൾട്ടും കോഹ്ലിയും ചേർന്ന ഓപ്പണിംഗ് ജോഡി 6 തവണ 50-ലേറെ റൺസ് കൂട്ടുണ്ടാക്കി. 12.5 കോടിക്ക് ടീമിലെത്തിയ ഓസ്ട്രേലിയൻ പേസർ ജോഷ് ഹേസൽവുഡ് ഫൈനൽ വരെയുള്ള 11 കളിയിൽ 21 വിക്കറ്റുമായി തൻ്റെ മൂല്യം തെളിയിച്ചു.
11 കോടിക്ക് ടീമിലെത്തിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജിതേഷ് ശർമ്മ, മലയാളി താരം ദേവദത്ത് പടിക്കൽ, സ്പിൻ ഓൾറൗണ്ടർ കുണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ എന്നിവർക്കെല്ലാം ടീമിൽ അവരവരുടെ റോളുണ്ടായിരുന്നു. ദേവദത്തിന് പരിക്കേറ്റപ്പോൾ പകരക്കാരനായെത്തിയ ബംഗളൂരുവുമായി മായങ്ക് അഗർവാളിനൊപ്പമുള്ള റിസർവുകളും നിർണായക ഘട്ടത്തിൽ തുണയായി. കോഹ്ലി, കോച്ച് ആൻഡി ഫ്ലവർ, ദിനേഷ് കാർത്തിക് എന്നിവരോടൊപ്പം ക്രിക്കറ്റ് ഡയറക്ടർ മോബോ വിട്ടിൻ്റെ ഇടപെടലുകളും പ്രധാനമായിരുന്നു. 4 ഓവർ 12 ഡോട്ട് ബോൾ 2 വിക്കറ്റ് പഞ്ചാബിനെ പിടിച്ചു കെട്ടിയ കൃണാലിൻ്റെ കാത്തിരുന്ന ആ കിരീടം വന്ന വഴി. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ IPL ട്രോഫിയും കൊതിച്ചിട്ടുണ്ടാകില്ലേ. ഒരിക്കലെങ്കിലും വിരാട് കോഹ്ലി എന്ന കിങ് കോഹ്ലിയുടെ കൈകളിലെത്തണമെന്ന് 1.5 പതിറ്റാണ്ടിലേറെ നീണ്ട ആ കാത്തിരിപ്പിന് ഇതാ പരിസമാപ്തി. ആവേശം കൊടുമുടി കയറിയ ഫൈനലിനൊടുവിൽ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ IPL കപ്പും കിങ്ങും കണ്ടുമുട്ടി. കന്നി കിരീടം മോഹിച്ചെത്തിയ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് കീഴടക്കിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു IPL കിരീടധാരിത്വത്തിന് വിരാമിട്ടത്. 18 സീസണുകളിലായി IPL ബംഗളൂരുവിൻ്റെ കുതിപ്പിന് കടിഞ്ഞാൺ പിടിക്കുന്ന വിരാട് കോഹ്ലിക്കുള്ള ടീമിൻ്റെ സ്നേഹ സമ്മാനം കൂടിയ ഈ കിരീടം 2022 ഫുട്ബോൾ ലോകകപ്പിൽ ലയണൽ മെസ്സിക്കായി കിരീടം പൊരുത്തി നേടിയ അർജന്റീന ടീമിനെ പോലെ ഈ സീസണിൽ 8 അർദ്ധ സെഞ്ചുറികളുമായി ടീമിൻ്റെ നെടുന്തൂണായ കോഹ്ലി തന്നെയാണ് ഫൈനലിലും ബംഗളൂരുവിൻ്റെ ടോപ്പ് സ്കോറർ. 2016 IPL ഫൈനലിലും ഹൈദരാബാദിനോട് 9 റൺസിന് പരാജയപ്പെട്ടതിൻ്റെ നിരാശ മയക്കുന്നതാണ് 9 വർഷത്തിന് ശേഷം ബംഗളൂരു നേടിയ ഈ കിരീട വിജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ബംഗളൂരു 70 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസ് എടുത്തപ്പോൾ പഞ്ചാബിൻ്റെ പോരാട്ടം 154 റൺസിൽ അവസാനിച്ചു. 4 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങിയത് 2 നിർണായക വിക്കറ്റുകൾ പിഴുത ബംഗളൂരു ബോളർ കുണാൽ പാണ്ഡ്യയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. 191 റൺസ് വിജയലക്ഷ്യം നേടിയിറങ്ങുമ്പോൾ ആത്മവിശ്വാസത്തിൽ ഒരു പിടി മുന്നിലായിരുന്നു പഞ്ചാബ്. ഈ സീസണിന് മുൻപ് 8 തവണ 200 മുകളിൽ സ്കോർ കണ്ടെത്തിയ പഞ്ചാബിൻ്റെ ബാറ്റിംഗ് നിരക്ക് കടലാസിലും കണക്കിലും കരുത്ത് കൂടുതലായിരുന്നു. ഓപ്പണർ പ്രിയാംശ് ആര്യ 19 പന്ത് 24 5-ാം ഓവറിൽ പുറത്താകുമെങ്കിലും പ്രഭ്സിനാഥ് സിംഗും ജോഷ് ഇംഗ്ലീഷും ചേർന്ന് ആദ്യ 8 ഓവറിൽ 70 റൺസ് നേടി. 9-ാം ഓവറിൽ സ്പിൻ കുണാൽ പാണ്ഡ്യ പ്രഭ്സിനാഥിൻ്റെ നിർണായക വിക്കറ്റ് വീഴ്ത്തിയതോടെ ബംഗളൂരു കളിയിലേക്ക് തിരിച്ചെത്തി. ശ്രേയസ് അയ്യരെ തൊട്ടടുത്ത ഓവറിൽ റൊമാരിയോ ഷെപ്പേഡ് വീഴ്ത്തിയതും വഴിത്തിരിവായി. തകർത്തടിച്ച ജോഷ് ഇംഗ്ലീഷിനെ പുറത്താക്കി കൃണാൽ വീണ്ടും ആഞ്ഞടിച്ചതോടെ ബംഗളൂരു ഫൈനലും പിടിമുറുക്കി. അവസാന 5 ഓവറിൽ 72 റൺസായി വിജയലക്ഷ്യം ഉയർന്നത് പഞ്ചാബിൻ്റെ ഹീറ്റർമാരെയും സമ്മർദ്ദത്തിലാക്കി. ശശാങ്ക് സിംഗിൻ്റെ ആളിക്കത്തൽ നേരിയ പ്രതീക്ഷ നൽകിയെങ്കിലും അവസാന ഓവറിൽ 29 റൺസ് വിജയലക്ഷ്യം മറികടക്കാൻ പഞ്ചാബിനായില്ല. പേസ് കൂട്ടിയും കുറച്ചും ബാറ്റർമാരെ കബളിപ്പിച്ച ഫാസ്റ്റ് ബോളറുടെ കരത്തിൽ പഞ്ചാബാണ് മത്സരത്തിൻ്റെ തുടക്കത്തിൽ കളം നിറഞ്ഞത്. 3 വിക്കറ്റ് വീതം നേടിയ കൈൽ ജാംസണും അർഷദീപ് സിംഗും ചേർന്ന് ടീം സ്കോർ 200 റൺസ് തികയ്ക്കും മുൻപേ ബംഗളൂരുവിനെ തളച്ചിട്ടു. ഇന്നിംഗ്സിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും ഉണ്ടായില്ലെങ്കിലും ബാറ്റർമാരുടെ കൂട്ടായ പ്രയത്നമാണ് ബംഗളൂരുവിനെ പൊരുതാനുള്ള ടോട്ടൽ സമ്മാനിച്ചത്. കോഹ്ലിക്ക് പുറമെ മായങ്ക് അഗർവാൾ, രജത് പടിത്താർ, ലിയാം ലിവിങ്സ്റ്റൺ, ജിതേഷ് ശർമ്മ എന്നിവരും അവസരത്തിനുയർന്നത് സ്കോർ ഉയർത്തി. 18 വർഷത്തെ കഠിന കാലം കടന്ന് IPL മോഹക്കപ്പിൽ RCBയുടെയും കോഹ്ലിയുടെയും പൊന്മുത്തം പതിക്കുമ്പോൾ ക്രിക്കറ്റിൽ ടീം ഗെയിമിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. താരപ്പൊലിമയിലും ആരാധക പിന്തുണയിലും IPLലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായിട്ടും കപ്പ് മാത്രം അകന്നു നിന്നതിൻ്റെ നിരാശ തീർക്കാൻ ഉറപ്പിച്ചാണ് ഈ സീസണിലും ബംഗളൂരു ഇറങ്ങിയത്. ഇനി വേണമെങ്കിൽ Touch it, வரலாறு இப்போ top touch it.